എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. വളരെ ദുഃഖകരമായ ഒരു വീഡിയോ ആണ് നിങ്ങളിലെത്തിക്കുന്നത്. നമുക്കറിയാം, ഈയിടയ്ക്ക് വാൾപ്പാറയിലുണ്ടായ ഒരു ബസ് അപകടം, അതിലെത്ര പേരുടെ ജീവൻ പൊലിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഈ വെടിമരുന്ന് ശാലയിൽ ഉണ്ടായ മറ്റൊരു അപകടവും തൃശ്ശൂരിന് സമീപം. ഇത് ഒരു തുടർകഥയായി നീളുന്ന സംഭവങ്ങളാണ്. പടക്ക നിർമ്മാണശാലകളിൽ സുരക്ഷിതത്വത്തിൻ്റെ അഭാവം എപ്പോഴുണ്ടാകുന്നോ നിമിഷം തന്നെ അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ഒരിക്കലും അവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത്ര മാരകമായ രാസവസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്നതാണ് പടക്കങ്ങൾ. കുറച്ചു നേരത്തെ സന്തോഷത്തിനു വേണ്ടി മനുഷ്യൻ അവൻ്റെ ജീവൻ ഹോമിക്കപ്പെടുന്നു. ഗവൺമെൻറ് എല്ലാ തലങ്ങളിലും സുരക്ഷിതത്വം ഉണ്ടാകണമെന്നുള്ള നിബന്ധനകൾ ഉണ്ടെങ്കിലും അത് ആരും അത്ര ശ്രദ്ധിക്കാറില്ല. എന്തോ ഇനിയെങ്കിലും ഇത് ഓരോ അപകടങ്ങളിലും ഇനി അതിന് ഉണ്ടാകാൻ പാടില്ല. അതിന് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഗവൺമെൻറ് തലങ്ങളിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന അവർ ശ്രദ്ധിക്കാറില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതം വെടിയുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത്. എപ്പോഴും സുരക്ഷിതത്വമുള്ള ഒരു തൊഴിൽ കണ്ടെത്തുക. അതിലൂടെ കഴിവതും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം ജീവിക്കാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. ഇതേ രീതിയിൽ നമ്മളിനി തുടരാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ് ഈ ബസ് ദുരന്തവും ഉണ്ടാകുന്നത്. ബസ് ദുരന്തങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് ശ്രദ്ധക്കുറവുകൊണ്ടാണ്. ഏറ്റവും ഇപ്പോൾ കിട്ടിയ അറിവനുസരിച്ച് വാൾപ്പാറ ബസ് ദുരന്തത്തിൽ ആ ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ പ്രായം കഷ്ടിച്ച് 22-23 വയസ്സാണ്. അതാണ് ഇത്രയും ആൾക്കാരെ കയറ്റി ഒരു വളരെ ഇടുങ്ങിയ റോഡിലുള്ള പ്രയാണം തുടങ്ങിയത്. അതുകൊണ്ട് കഴിവതും ഈ ഉല്ലാസയാത്രയിൽ പോണവർ നിങ്ങളുടെ സുരക്ഷിതത്വത്തെ സൂക്ഷിക്കുക. ഒരു പക്വതയുള്ള, പ്രായത്തിലും ഒക്കെ പക്വതയുള്ള ആയിരിക്കണം ആ ബസ് ഡ്രൈവർ. ഈ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയാൽ യാത്ര തുടങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന കോലാഹലങ്ങൾ വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഈ മിക്കവാറും ടൂറുകൾ പോണ വണ്ടികളിൽ വളരെ മോശമായ രീതിയിലുള്ള മ്യൂസിക്കും ഒത്തിരി സൗണ്ടും വെച്ച് പോകുമ്പോൾ നാച്ചുറലി, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ആണ് അത് ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ അവനും ആ മ്യൂസിക്കിനനുസരിച്ചുള്ള മൈൻഡും കൈകാലുകളും അവനിങ്ങനെ ചലിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഇതിൽ അത് കയറ്റമാണോ വളമാണോ എന്നുള്ളത് ഇവർ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇങ്ങനെയുള്ള യാതൊരു ഇലക്ട്രോണിക്സ് ഐറ്റംസും വണ്ടികളിൽ വയ്ക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് ഡാൻസോ കൂത്താട്ടമോ എന്തും കാണിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ അത് ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ വെച്ചാകരുത്. വളരെ ശ്രദ്ധിക്കണം. കണ്ണും ജീവിക്കുന്ന ലൈറ്റുകളും മിന്നുമറയുന്ന ഓരോ കോപ്രായങ്ങളും ബസ്സിൻ്റെ ഉള്ളിൽ കാണിക്കുമ്പോൾ അതിൽ അതിമറന്നു പോകണം. ഓക്കെ, സുഹൃത്തുക്കളും കുടുംബക്കാരും ഒക്കെ ചേർന്നുള്ളൊരു ഉല്ലാസയാത്രയിൽ നമുക്ക് ഒത്തിരി അധികം സന്തോഷമുണ്ടാകും. ഒക്കെ വേണം, സന്തോഷിക്കണം. പക്ഷേ എപ്പോഴും നിങ്ങളുടെ സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു പ്രവൃത്തിയിലും ഒരു യാത്രയിലും നിങ്ങൾ സഹകരിക്കരുത്. പോലീസുകാർക്കും നിയമപാലകർക്കും മറ്റുള്ള RTO ഇവിടെയുള്ള സംവിധാനങ്ങൾ എല്ലായ്പ്പോഴും വന്ന് അവിടെ നിങ്ങളുടെ ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല. പോണ സംവിധാനങ്ങളെ അത്ര കണ്ട് നിയന്ത്രിക്കാനും പറ്റില്ല. കാരണം അംഗബലത്തിൽ വളരെ കുറവുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് നമുക്കുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാ ഭാഗത്തും എത്തിക്കാൻ സാധിക്കില്ല. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട യാത്ര ചെയ്യുന്നവരാണ്, അത് ഓർഗനൈസ് ചെയ്യുന്നവരാണ്. എപ്പോഴും നോക്കുക, ഈ ബസ് ഡ്രൈവറിൻ്റെ പ്രായം കൂടുതൽ പരിഗണിക്കുക. അവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഡപ്പാങ്കുത്തമായിട്ടും മനുഷ്യന് ഒരുമാതിരി കണ്ണി ചീമ്പിക്കുന്ന ലൈറ്റുകളും ഇങ്ങനെയുള്ള ഈ വാദ്യോപകരണങ്ങളൊക്കെ കൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഈ ടൂറിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുമ്പോൾ എല്ലാവരും ഒന്ന് ചലിച്ചും ഡാൻസ് അടിപ്പും കൈകൊട്ടും
ഇതൊക്കെ കാണും. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ചില വാഹനങ്ങൾ, ഈ ടൂറിസ്റ്റ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാക്കുന്ന ആ കോലാഹലം, സൗണ്ട് എന്തിനേറെ, ചില ഓട്ടോറിക്ഷയിൽ വരെ ഒരു വലിയ ബോക്സ് അവർ ഉള്ളിൽ വെച്ച് പാട്ടും പാടി ഉള്ള ലൈറ്റ് മിന്നിച്ച് പോവുകയാണ്. ഇതെല്ലാം സുരക്ഷിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങളെ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വരും. മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നത് വലിയൊരു നഷ്ടമാണ്. അത് നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്നത്. അത് ഒന്ന് ഓർക്കുക. നിങ്ങൾ ടൂർ പോകുക, നിങ്ങൾക്ക് സന്തോഷിക്കാം എല്ലാത്തിനും. അതുകൊണ്ട് വെടിമരുന്ന് ശാലകളിൽ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ സുരക്ഷിതത്തെ നിങ്ങൾ തന്നെ നോക്കണം. നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ ഒരാൾ അതിന് വീഴ്ച വരുത്തിയാൽ അതെല്ലാവരും ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വളരെ ദുഃഖകരമായ വാർത്തയാണ്. സ്വന്തമായി അധ്വാനിച്ച് കുടുംബത്തെ പോറ്റാൻ പലരും തിരഞ്ഞെടുക്കുന്ന തൊഴിലുകൾ വളരെ അപകടകരമായ തൊഴിലുകളാണ്. അപ്പോൾ അവിടെ നമ്മൾ അത്ര കണ്ട് ശ്രദ്ധിക്കണം. നമ്മുടേതേയും കൂടെ ഒരാവശ്യമാണ്. ആരെങ്കിലും ഒരാൾ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ എൻക്വയറി നടത്തും. കുറേ ഇതൊക്കെ ആണെങ്കിലും എന്തെങ്കിലും കുറച്ച് ഗവൺമെൻറ് ആനുകൂല്യം കിട്ടിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അരുത്. അതുകൊണ്ട് പ്രധാനമായി ഈ ശ്രദ്ധിക്കേണ്ടത് ഈ അമ്പല ഭാരവാഹികളാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വെടിമരുന്നിനെ ഒരു മത്സര വേദിയാക്കി മാറ്റരുത്. മത്സരിക്കുമ്പോൾ ആൾക്കാർക്ക് അവരുടെ വിജയം കൊയ്യാൻ വേണ്ടി അവർ പല കാര്യങ്ങളും കാണിക്കും. സുരക്ഷിതത്വം മറന്നുകൊണ്ടായിരിക്കും അവർ പലതും ചെയ്യുക. അതിലൂടെ അവർ അപകടം വിളിച്ചു വരുന്നു. ഇനിയെങ്കിലും അമ്പല ഭാരവാഹികൾ നിങ്ങൾ നോക്കുക. ഈ വെടിക്കെട്ട് മത്സരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉത്സവങ്ങളാകുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ ഈശ്വരനെ ധ്യാനിക്കുക, ഈശ്വരൻ അരുൾ ചെയ്യുന്നത് നമ്മൾ ഉൾക്കൊള്ളുക, അനുസരിക്കുക. അല്ലാതെ കള്ളും കുടിച്ച് അവിടെ കിടന്ന് ഡാൻസും പാടി ഡപ്പാൻ കുത്ത് പാട്ടും പാടി ഈ ആഘോഷങ്ങൾ പങ്കുചേരുന്നത് ദൈവത്തിനെ അവഹേളിക്കുന്നതാണ്. അത് ഇനിയെങ്കിലും അതിനൊരു അതിർവരമ്പ് ഉണ്ടാക്കാൻ ഭാരവാഹികൾ ശ്രമിച്ചാലും ജീവനെ പൊലിപ്പിച്ചിട്ട് ഉള്ള സന്തോഷം ക്ഷണിക്കാതിരിക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക്. താങ്ക് യു.